നമസ്കാരം. സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖറിനെ തിരഞ്ഞെടുത്തു. UPSC തയ്യാറാക്കിയ 3-അംഗ ചുരുക്കപ്പട്ടികയിൽ 2ാം പേരുകാരനായിരുന്നു റവാഡ. രാവിലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തിരിക്കുന്നത്. IBയിൽ സ്പെഷ്യൽ ഡയറക്ടറായിരുന്നു റവാഡ. റോഡ് സുരക്ഷാ കമ്മീഷണറായ നിതിൻ അഗർവാളിന്റെ പേരും പരിഗണനയിലുണ്ടായിരുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുമ്പോൾ തലശ്ശേരി ASP ആയിരുന്ന റവാഡ ചന്ദ്രശേഖറിനെ മേധാവിയാക്കുന്നതിൽ ഇടത് കേന്ദ്രങ്ങളിൽ വലിയ ചർച്ച നടന്നിരുന്നു. പട്ടികയ്ക്ക് പുറത്തുള്ള ഒരാളെ ഇൻചാർജ് DGP ആക്കാനും ആലോചനയുണ്ടായിരുന്നു. എന്നാൽ നിയമക്കുരുക്കാകുമെന്ന് കരുതി ഈ നീക്കം വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു. നിലവിലെ DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് സർവീസിൽ നിന്ന് ഇന്ന് വിരമിക്കും. 1991 ബാച്ച് ഉദ്യോഗസ്ഥനായ ആന്ധ്ര സ്വദേശിയായ റവാഡ ചന്ദ്രശേഖറിന് 2026 വരെയാണ് സർവീസ് ഉള്ളത്. പോലീസ് മേധാവിയായാൽ 1 വർഷം കൂടി അധികം സർവീസ് ലഭിക്കും. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന റവാഡ ചന്ദ്രശേഖറിനെ അടുത്തിടെ കേന്ദ്ര ക്യാബിനറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി കേന്ദ്ര സർക്കാർ നിയമിച്ചിരുന്നു. എന്നാൽ പോലീസ് മേധാവിയാക്കിയാൽ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ താല്പര്യമുണ്ട് എന്ന് റവാഡ ചന്ദ്രശേഖർ സർക്കാരിനെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തെത്തിയ റവാഡ ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടിരുന്നു. സ്ഥാനമൊഴിയുന്ന പോലീസ് മേധാവി ദർവേസ് സാഹിബ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ പ്രമുഖർ റവാഡയെ പിന്തുണച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്രത്തിൽ നിന്നെത്തി കേരളത്തിന്റെ പോലീസ് മേധാവിയാകുന്നയാളാകുകയാണ് റവാഡ. CPM പ്രവർത്തകരുടെ ജീവനെടുത്ത കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവിട്ട ഉദ്യോഗസ്ഥനെന്ന ചരിത്രം റവാഡയ്ക്ക് വിനയായില്ല. 1 വർഷം കൂടി സർവീസ് കാലാവധിയുള്ള റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള താല്പര്യം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടായിരുന്നു അറിയിച്ചിരുന്നത്. UPSC തയ്യാറാക്കിയ ചുരുക്കപ്പട്ടികയിൽ 2ാമത്തെ പേരുകാരനാണ് റവാഡ. നിതിൻ അഗർവാളും യോഗേഷ് ഗുപ്തയും പട്ടികയിലെ മറ്റ് 2 പേരുകാരായിരുന്നു. ഇവരോട് സർക്കാരിന് വലിയ താല്പര്യമില്ലായിരുന്നു. മലബാറിലെ പല ജില്ലകളിലും SP ആയി പിന്നീട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മുംബൈ IBയിൽ അഡീഷണൽ ഡയറക്ടറായും റവാഡ ചന്ദ്രശേഖർ പ്രവർത്തിച്ചിട്ടുണ്ട്. 2023 റവാഡയ്ക്ക് DGP ആയി സ്ഥാനക്കയറ്റം നൽകുകയായിരുന്നു. ദീർഘകാലം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ BSF തലവനായി പോലും ജോലി ചെയ്ത നിതിൻ അഗർവാളിനോട് മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. നിലവിൽ റോഡ് സുരക്ഷാ കമ്മീഷണറാണ് നിതിൻ അഗർവാൾ. ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത സർക്കാരുമായി ഏറ്റുമുട്ടലിലാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനും യോഗേഷ് ഗുപ്തയുടെ പേരിനോട് താല്പര്യം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പോലീസ് തലപ്പത്തേക്ക് റവാഡ തന്നെ എത്തുന്നത്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സെക്രട്ടറിയായി റവാഡ ഈയിടെ നിയമിതനായിരുന്നു. ഓഗസ്റ്റിൽ ചുമതലയേറ്റാൽ മതിയായിരുന്നു. അതിനിടെയാണ് കേരളത്തിലെ പോലീസ് മേധാവിയായുള്ള നിയമനം. DIG ആയിരിക്കെയാണ് റവാഡ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയത്. 1991 ബാച്ച് ഉദ്യോഗസ്ഥനായ റവാഡയ്ക്ക് 2026 വരെയാണ് സർവീസ് ഉള്ളത്. പോലീസ് മേധാവിയായാൽ 1 വർഷം കൂടി അധികം സർവീസ് ലഭിക്കും. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന റവാഡ ചന്ദ്രശേഖരൻ IB മേധാവി തപൻ കുമാർ ദേഖ വിരമിക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് എത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ തപൻ കുമാറിന് കേന്ദ്രം 1 വർഷം കൂടി കാലാവധി നീട്ടി നൽകിയതോടെയാണ് റവാഡ കേരളത്തിലേക്ക് മടങ്ങാൻ താല്പര്യപ്പെട്ടത്. 1994 5 DYFI പ്രവർത്തകർ കൊല്ലപ്പെട്ട കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ പ്രതിയായ റവാഡയെ 2012 ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത്. അന്ന് DYFI നേതാക്കൾക്കെതിരെ മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട് CPMന് റവാഡയോട് നീരസവുമുണ്ടായിരുന്നു.